നമ്മൾ ജോളച്ചിപ്പ് ഉണ്ടാക്കാൻ പോവുകയാണെന്ന്. ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ മുളകിൽപ്പെട്ട ഒരു മുളകാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെ SHU പവറുള്ള ഈ ഒരു മുളകാണ്. ഇത് കഴിക്കണമെങ്കിൽ അത്യാവശ്യം ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. മാസ്റ്റർ പീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജോളച്ചിപ്പ് ഉണ്ടാക്കാൻ പോവുകയാണെന്ന്. ജോളച്ചിപ്പ് ചലഞ്ച് വീഡിയോസൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജോളച്ചിപ്പ് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നുള്ളത് നോക്കാൻ പോവുകയാണ്. വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ജോളച്ചിപ്പ് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം അത് കഴിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുക. മാസ്റ്റർ പീസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇങ്ങനെ പറയുന്നില്ല, നമുക്ക് ജോളച്ചിപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. നമ്മൾ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് ഇതേപോലെയുള്ള വലിയൊരു ഉരുളങ്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചതാട്ടോ. ഗൈസ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഉരുളങ്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പീസ് നമ്മൾ ഇതേപോലെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജോളച്ചിപ്പിൻ്റെ രീതിയിലൊന്ന് കട്ട് ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റംസ്. ഇതിലേക്ക് ചേർക്കാനായിട്ട് ആവശ്യമുള്ള മുളക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു പാക്കാണ്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് സംഭവം, ഗോസ്റ്റ് പെപ്പർ പൗഡർ എന്ന് പറയുന്ന ഈ ഒരു പൗഡർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. 499 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോളച്ചിപ്പിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഗോസ്റ്റ് പെപ്പർ എന്ന് പറയുന്നത്. കരോളിന പെപ്പറും ഗോസ്റ്റ് പെപ്പറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ജോളച്ചിപ്പ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ ഈ ഒരു ബോക്സിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു ബോക്സിലുണ്ടോ കരോളിന പെപ്പർ, ഗോസ്റ്റ് പെപ്പർ എന്നൊക്കെ പറയുന്ന സംഭവം. ഇനി നമുക്ക് ഈ ഒരു ഗോസ്റ്റ് പേപ്പറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം എന്താണ് അതിൽ നിന്ന് കിട്ടുന്നത്, ഇതിൻ്റെ എരിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞുതരാം. ശരിക്കും ഇതിൻ്റെ പേര്, ഈ ഒരു ഗോസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എന്താ പറയുക അപരനാമം കേട്ടോ, ടൈറ്റ് പേരാണെന്ന് പറയാം. ഇതിൻ്റെ പേര്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മുളകിൻ്റെ പേര് എന്ന് പറയുന്നത് ഇതാണ് നാഗാച്ചില്ലി, നാഗമിർച്ചി, നാഗമുറിച്ച് എന്നൊക്കെ പറയുന്ന ഒരു പേരിൽ പറയപ്പെടുന്ന മുളകാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ മുളകിൽപ്പെട്ട ഒരു മുളകാണ്. 2007 ലോകത്തിലെ ഏറ്റവും എരിവുള്ള മുളകായി ഗിന്നസ് അധികൃതരും അംഗീകരിച്ച ഒരു മുളകാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഒരു കാന്താരി മുളകിൻ്റെ SHU കണക്കിലാണ് എരിവിൻ്റെ അളവ് പറയുന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കാന്താരിക്ക് 2500 SHU ആണെങ്കിൽ നാഗാമിർച്ചി എന്ന് പറയുന്ന ഈ ഒരു ഗോസ്റ്റ് പെപ്പർ മുളകിൻ്റെ SHU എന്ന് പറയുന്നത് 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എരിവ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഇതാണ് നാഗാമിർച്ചി എന്ന് പറയുന്ന മുളക് കേട്ടോ. ഈ മുളകിൻ്റെ പൊടിയാണ് ഗോസ്റ്റ് പെപ്പർ എന്നറിയപ്പെടുന്ന ഈ ഒരു ടൈറ്റ് പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും എരിവുള്ള ഈ ഒരു മുളക് പൊടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ചിപ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിതാ ഗോസ്റ്റ് പെപ്പർ പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞു. നല്ല വാസന വരുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മളേക്ക് പിടിപ്പിക്കാനായിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലോർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിവിടെ അടുത്ത് തന്നെ നിന്നിട്ട് ഭയങ്കര തുമ്മലായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയാണ് കേട്ടോ, കാരണം അതിൽ പിടിക്കാൻ വേണ്ടിയാണ്. ഗൈസ്, ഇത് തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനടുത്ത് തന്നെ നിൽക്കാൻ വയ്യ. സത്യം പറയുകയാണെങ്കിൽ ഗൂഗിൾ ചെയ്ത് വായിച്ചതിന് ശേഷം ഒന്നുകൂടി പേടിയായിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ഉരുളങ്കിഴങ്ങ് ഇതിലേക്ക് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാൻ പോവാണ്. ജോളച്ചിപ്പ് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ചട്ടി ചൂടാക്കി അതിനുശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജോളച്ചിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിനു ശേഷം കഴിച്ച് നോക്കണം. അവസാനം നമ്മൾ ജോളച്ചിപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ക്രിസ്പി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് ടൈറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ജോളച്ചിപ്പ്. എൻ്റെ കൈ തന്നെ ഇപ്പോൾ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെ SHU പവറുള്ള ഈ ഒരു മുളകാണ്. ഇത് കഴിക്കണമെങ്കിൽ അത്യാവശ്യം ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇത് കുറച്ച് ക്രിസ്പി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നെങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് കഴിച്ചു നോക്കാം. സത്യം പറയുകയാണെങ്കിൽ ഇത് എത്രത്തോളം
എരിവുണ്ട് എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്ന കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഐസ്ക്രീമും കാര്യങ്ങളും വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ കുടിച്ചതിന് ശേഷം ഇത് കഴിച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ കഴിക്കും, ആവശ്യമില്ല വലിയ എരിവൊന്നും ഇല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് കഴിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായം പറയാം. ഞാൻ കഴിക്കാൻ പോവാണ്. ആദ്യം ചെറിയൊരു കഷ്ടം ഇവിടുന്ന് കഴിക്കുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നല്ല പേടിയുണ്ട്. കാരണം ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ടാണ് കേട്ടോ, അല്ലാതൊന്നുമല്ല. എരിഞ്ഞു, എരിവ് വരുന്നുണ്ട്. കഴിയില്ല. ഇത് ഞാൻ ഇത്രയും പീസ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, കാണുന്നില്ലല്ലേ? ഇത്ര മാത്രമേ കഴിക്കാൻ, ബാക്കിയെല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കല്ലേ. നല്ല വെള്ളത്തിന് കഴിക്കുന്നുണ്ടോ, ആകെ പുകയാണ് സത്യം പറയുകയാണെങ്കിൽ. പെരിവ് തുടങ്ങി. നേരത്തെ നേരെ ഇറങ്ങിപ്പോയതാ. ഞാൻ വെള്ളം കുടിക്കാം കേട്ടോ. ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കഴിയില്ല. ഒരുമാതിരി എന്താ പറയാ, എന്താ ബാബു രാവിലെ തന്നെ ഐസ്ക്രീം കഴിക്കണേ? ഈ സമയത്തെ പാല് ഇതേപോലെ ഐസ്ക്രീമൊക്കെ കഴിച്ചാൽ മതി പറഞ്ഞേക്കാം. ഐസ്ക്രീം കഴിക്കുകയാണെങ്കിൽ ഇതേപോലെ വലിയ കഷ്ടം എടുക്കാം. ഓയിലിങ്ങനെ വെക്കല്ലേ? എരിവ് കുറഞ്ഞു വരുന്നുണ്ടോ? എരിവ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് എരിവല്ല, ഇതൊരു ഒരുമാതിരി കുത്തല. നാവിന് തരിപ്പ് പിടിക്കാൻ പോലെ സത്യം പറയാം. നാവ് കുത്തിട്ടിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ തരിച്ചുക്കൂലേ, ആ ഒരു അവസ്ഥ. ഇത് താവ് ചോന്നോ? ചുണ്ടിന്റെ ഇവിടെ കരിയുണ്ട് മൊത്തത്തിൽ. ഇപ്പൊ തൊണ്ടന്റെ ഈ ഭാഗത്തുണ്ട്. ജോളച്ചിപ്പ് കഴിച്ചിട്ട് വരില്ല എന്ന് പറഞ്ഞു. ആ പാവം ചിപ്പിനെ കഴിക്കാം. അതിന്റെ ഗോസ്റ്റ് പെപ്പർ പൗഡർ മെയിൻ കണ്ടന്റ് അതാ. യെസ്, ഇതാണ് മെയിൻ കണ്ടന്റ്. ഇതും കരോളിന പെപ്പറാണ്. ഇതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്ത് ആർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്താൽ മതി. ഇത് 499 റുപ്യാണ് ഡെലിവറി ചാർജ് അടക്കി വരുന്നത്. അപ്പോൾ സംഭവം ഐസ്ക്രീം കഴിഞ്ഞ് വെള്ളം ഏകദേശം ആയിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിലേ എന്താ സംഭവിച്ചാൽ ഇപ്പം നമ്മൾ കഴിച്ചിട്ട് 20 മിനിറ്റ് മൊത്തത്തിലായിട്ടോ. 10 മണിക്ക് കഴിച്ചാണ് 10:20 ആയിട്ടുണ്ട് സമയം. നമ്മൾ ജോളോചിപ്പും അതുപോലെ തന്നെ ഗോസ്റ്റ് പേപ്പർ പൗഡറും ഉള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നല്ല എരിവാണ്. പിന്നെ ഇവർ എത്രത്തോളം ഇൻഗ്രീഡിയൻസ് ഇതിൽ ഉപയോഗിക്കുന്നത്, എത്ര ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കുറവുള്ളത് കരോളിന പെപ്പർ, അങ്ങനെ കുറച്ച് കരോളിന റീപ്പർ പെപ്പർ എന്നൊക്കെ പറയുന്ന ആ ഒരു പൗഡർ കൂടും കുറവുണ്ട്. എന്തായാലും ഗോസ്റ്റ് പേപ്പറിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ജോളോചിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല എരിവ് എന്ന് പറഞ്ഞാൽ പിടുത്തം വിട്ട എരിവാണ്. പക്ഷേ നാവുമ്മൽ നമ്മൾ കുറച്ച് മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ അത്ര ടൈം കിട്ടുന്നില്ല. ഇത് ഒരു 1.5 മണിക്കൂർ എടുത്തിരുന്നു നമുക്കിത് ഇതിൽ നിന്നൊന്ന് റിലീസാകാൻ വേണ്ടി. പക്ഷേ ഇത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം തീർന്നു. ഇപ്പോഴും എരിവുണ്ട്. സംഭവം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആരും ഉണ്ടാക്കി നോക്കണ്ട. കുറേ ആളുകൾ കമൻറ്റ് തരുന്നു നിങ്ങൾക്ക് ഈ ഒരു ജോളോചിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഈ ഗോസ്റ്റ് പേപ്പർ നമുക്ക് കിട്ടുന്നില്ല മനസ്സിലാക്കി അത് നമ്മൾ വരുത്തിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള എക്സ്പെരിമെൻറ്റും അതുപോലെ തന്നെ കിഡിലൻ DIY വീഡിയോസും അതുപോലെ ഇലക്ട്രോണിക്സ് വീഡിയോസും എല്ലാ സകല ഗുലാബി വീഡിയോസും നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നല്ലൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.